ജന്മനാ കടുപ്പട്ടനായ ഗുരുബാബ ഹിന്ദുക്കൾ അറിയാൻ ഹിന്ദുക്കളെ അറിയാൻ എന്ന പരമ്പരയിലൂടെ വേശ്യകളും വികലാംഗരും നപുംസകങ്ങളും യാചകരും ഹിന്ദുക്കളിൽ സുലഭം മൂലം ഹിന്ദുകുലനാരായവരായ സനാതനധർമ്മം നിലവിലില്ല എന്ന് പ്രസ്താവിച്ചതിന്റെ 100% വിശ്വസനീയ തെളിവ് ഈ മൂന്ന് മക്കളാണ്. കാശ് എത്ര ചെലവിട്ടിട്ടും ഏത് ക്ഷേത്ര വഴിപാടുകളാലും രക്ഷ കിട്ടാതെ തീരാ നിരാശരായി എത്തി അന്ത്യശരണമടയുന്ന ഹിന്ദുക്കളെ കാശേതും വാങ്ങാതെ കാശേറെ ചെലവുള്ള പുനർജന്മാഗ്നിയാഗമടക്കം വേദകാല വിവിധ അഗ്നിയാഗങ്ങളാൽ രക്ഷിച്ചു വരുന്ന ഗുരുബാബയെ ഹിന്ദു വിരുദ്ധനെന്ന് മുദ്രയടിച്ച് 36 തവണ ആക്രമിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്തിട്ടുള്ളതിനാലും ഹിന്ദു വിരുദ്ധനെന്ന പഴി തുടരുന്നതിനാലുമാണ് സനാതനധർമ്മം നിലവിലില്ലെന്ന പരമാർത്ഥം പ്രസ്താവിക്കാൻ ഇത്രയും വൈകിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസാദും ഭാര്യ സുശീലയും ഒരു കുഞ്ഞിനായി കൊടുങ്ങല്ലൂരിലെ അതിപ്രശസ്ത വന്ധ്യതാ നിവാരണ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ചികിത്സയടക്കം പല അലോപ്പതി ചികിത്സകളും മാത്രമല്ല ഹോമിയോ ആയുർവേദ ചികിത്സകളും നടത്തിയിരുന്നു. ഒടുക്കം സുശീലയ്ക്ക് ചികിത്സയാൽ ഈ ജന്മത്തിൽ കുഞ്ഞു പിറക്കില്ലെന്ന് തീർച്ചപ്പെട്ടിരുന്നു. മണ്ണാറശാലയിൽ ഉരുളി കമിഴ്ത്തലടക്കം ഒട്ടനവധി ക്ഷേത്ര വഴിപാടുകൾ ചെയ്ത സുശീലയും പ്രസാദും പല മുസ്ലിം ക്രിസ്ത്യൻ ആരാധനകളും കാശേറെ ചെലവിട്ട് നടത്തിയിരുന്നു. 20ഓളം തവണ ഗുരുവായൂർ ക്ഷേത്രത്തിലും മമ്മിയൂർ ശിവക്ഷേത്രത്തിലും പൂജകളും വഴിപാടുകളും നടത്തിയതടക്കം വിവിധ ക്ഷേത്ര പൂജകൾക്കായി കാശ് എത്ര ചെലവിട്ടിട്ടും സുശീലയ്ക്ക് കുഞ്ഞു പിറക്കാതിരുന്നതിൽ നിന്നും ഹിന്ദുകുലനാരായവേരായ സനാതനധർമ്മം വേരറ്റിരുന്നെന്ന് തെളിയുന്നു. ഒടുവിൽ ഹിന്ദുകുലനാരായവേരായ സനാതനധർമ്മത്തിന്റെ സമൂല രഹസ്യവിധിയായ ഗൃഹസ്ഥ ബ്രഹ്മചര്യം ഗുരുബാബ ഉപദേശിച്ച പ്രകാരം പ്രസാദും സുശീലയും അനുഷ്ഠിച്ചുകൊണ്ട് ഗുരുബാബയുടെ കാശേറെ ചെലവുള്ള അഗ്നിയാഗത്തിൽ കാശേതും കൊടുക്കാതെ പങ്കെടുത്തതിനാലുമാണ് ഒറ്റ പ്രസവത്തിൽ സുശീലയ്ക്ക് 3 മക്കൾ പിറന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തില് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ അവരുടെ പരിചയത്തുള്ള സുഹർഷ എന്ന സ്ത്രീക്ക് ഗുരുബാബാശ്രമത്തിലെ അഗ്നിയാഗത്തിൽ പങ്കെടുത്തിട്ട് കുഞ്ഞുങ്ങളുണ്ടായ കഥ ഞങ്ങളോട് വിശദീകരിച്ചു. സുഹർഷ എന്ന സ്ത്രീ വർഷങ്ങളോളം ചികിത്സിച്ചതും കുട്ടികളുണ്ടായില്ല. അവർ തുടർച്ചയായിട്ട് 5 വർഷത്തോളം ഗുരുവായൂർ അമ്പലത്തിൽ ഭരിച്ചു. അതിനുശേഷം ഗുരുബാബാശ്രമത്തിൽ അഗ്നിയാഗത്തിൽ പങ്കെടുത്തിട്ടാണ് അവർക്ക് ഇരട്ടക്കുട്ടികളുണ്ടായ കഥ ഞങ്ങൾ അറിയാണ്ടിയായി. അതിനുശേഷം ഞങ്ങൾ ഗുരുബാബാശ്രമത്തിൽ വരികയും രുദ്രാഗ്നിയാഗത്തിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അഗ്നിയാഗം എന്ന് കേട്ടപ്പോൾ ആദ്യം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയുള്ള പൂജ എന്നാണ് ഞങ്ങൾ ആദ്യം ധരിച്ചിരുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് മനസ്സിലായത്. അഗ്നിയാഗം മൂലം നിരവധി പേർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. ആരിൽ നിന്നും 5 നയ പൈസ പോലും ഗുരുബാബ വാങ്ങിയിട്ടില്ല, ഞങ്ങളിൽ നിന്നും വാങ്ങിയിട്ടില്ല. രുദ്രാഗ്നി പൂജ ചെയ്തതിനു ശേഷം 18 മിനിറ്റോളം അഗ്നി പ്രാർത്ഥനയുമുണ്ട്. ഈ അഗ്നി പ്രാർത്ഥനയിലും പൂജയിലൊക്കെ പങ്കെടുത്തിട്ടാണ് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ കിട്ടിയത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സുഹർഷ എന്ന് പറഞ്ഞവര് പ്രാർത്ഥിച്ചിട്ട് 2 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പൊ എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു, സ്വാമി ഭഗവാനെ ഗുരുബാബ അവിടുന്ന് അനുഗ്രഹിക്കണേ, ഇത്രയും വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ, എനിക്ക് 3 കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നന്നായിട്ട് ഭഗവാൻ ഗുരുബാബ കേട്ടു, കനിഞ്ഞ് അനുഗ്രഹിച്ചു. 3 കുഞ്ഞുങ്ങളെ ഗുരുബാബ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. ഒരു കുഞ്ഞിനായി വിദഗ്ധ ദീർഘചികിത്സയ്ക്കായി അക്കാലം 100 പവൻ സ്വർണ്ണവിലയായ 5 ലക്ഷം രൂപ ചെലവിട്ട ശേഷം ചികിത്സകളാലോ ആരാധനകളാലോ ഈ ജന്മത്തിൽ സുഹർഷയ്ക്ക് കുഞ്ഞു പിറക്കില്ലെന്ന് വിധിക്കപ്പെട്ടിരുന്നു. ഉദ്യോഗസ്ഥ ദമ്പതികളായ രമേഷും സുഹർഷയും 5 കൊല്ലം ഞായറാഴ്ച തോറും ഇഷ്ട വഴിപാടുകളോടെ ഗുരുവായൂർ ക്ഷേത്രഭജനത്തിനായി കാശേറെ ചെലവിട്ട ശേഷം ആരാധനകളാലും ഈ ജന്മത്തിൽ കുഞ്ഞു പിറക്കില്ലെന്ന് തീർച്ചപ്പെട്ടിരുന്നു. എന്നിട്ടാണ് ഗുരുബാബ ഉപദേശിച്ച സനാതന ധർമ്മ സമൂലമായ ഗൃഹസ്ഥ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ഗുരുബാബയുടെ പ്രതിഫലരഹിതാഗ്നിയാഗത്തിൽ പങ്കെടുത്ത് കാശേതും ചെലവില്ലാതെ സുഹർഷയ്ക്ക് ഇരട്ടകൾ പിറന്നത്. ഒരു കുഞ്ഞിനായി കാശേറെ ചെലവിട്ട് 15 കൊല്ലക്കാലം വിവിധ ആരാധനകളും വിദഗ്ധ ചികിത്സകളും നടത്തിയ ശേഷം ഈ ജന്മത്തിൽ സുശീലയ്ക്ക് കുഞ്ഞു പിറക്കില്ലെന്ന് തീർച്ചപ്പെട്ടിരിക്കെ ഗുരുബാബ ഉപദേശിച്ച സനാതനധർമ്മത്തിന്റെ സമൂല രഹസ്യവിധിയായ ഗൃഹസ്ഥ ബ്രഹ്മചര്യത്താലും സനാതനധർമ്മം അടിസ്ഥാനമാക്കി ഗുരുബാബ ചെയ്ത പ്രതിഫലരഹിത അഗ്നിയാഗത്താലും കാശേതും ചെലവില്ലാതെ സുശീലയ്ക്ക് ഒറ്റ പ്രസവത്തിൽ 3 മക്കൾ പിറന്നതിൽ നിന്നും ഇവിടെ തെളിയുന്നത് വേദകാലത്ത് നിലനിന്നിരുന്നതും വേദകാലത്തോടെ നിലച്ചതുമായ ഹിന്ദുകുലനാരായവേരായ സനാതനധർമ്മം വേദകാല ശേഷം 5000 കൊല്ലത്തിനിടെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ഗുരുബാബയ്ക്ക് മാത്രമാണെന്നുമല്ലേ? ഇങ്ങനൊരു കടുപ്പൊട്ടൻ എന്റെ വയറ്റിൽ ഊറിയിലോ ഈശ്വര എന്ന് ഗുരുബാബയ്ക്ക് 3 വയസ്സ് മുതൽ പെറ്റമ്മ ദിനവും 1ലധികം തവണ സ്വയം ശവിച്ചിരുന്നതിനാൽ ഗുരുബാബ ജന്മനാ കടുപ്പൊട്ടനാണെന്നും തെളിയുന്നു. അങ്ങനെ ജന്മനാലുള്ള കടുപ്പൊട്ടത്തരത്തിന്റെ ഊക്കിനാൽ ഹൈന്ദവ സന്യാസ സമ്പ്രദായമായ വിരജാഹോമം നടത്താതെയാണ് ഗുരുബാബ സന്യസിച്ചത്. ഇതിനാൽ ഗുരുബാബ പ്രസ്ഥാനത്തെ ഹിന്ദു വിരുദ്ധമെന്ന് മുദ്രയടിച്ച് ഹൈന്ദവ പ്രേമികൾ 36 തവണ ആക്രമിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്തത് തെറ്റല്ല. അങ്ങനെ ഹിമാലയത്തിലെ ഗംഗോത്രി ക്ഷേത്രത്തിൽ നിന്നും 19 കിലോമീറ്റർ നടന്നു കയറി ചെല്ലാവുന്ന ഗംഗാ ഉറവിടമായ ഗോമുഖിലെ ഗുഹാമുഖത്തു നിന്നും മേലോട്ട് കുത്തനെ കുതിച്ചുയർന്ന ശേഷം നിബദിച്ചുകൊണ്ട് താഴോട്ട് കുതിച്ചു പായുന്ന ഗംഗാ പ്രസവധാരയിലെ കഠിന തണുപ്പുള്ള ഗംഗാജലത്തിൽ പൂർണ്ണ നഗ്നനായി 3 ഉരു മുങ്ങി നിവർന്നുകൊണ്ടാണ് സന്യാസിയായെന്ന് ഗുരുബാബ 1987 സ്വയം പ്രഖ്യാപിച്ചത്. ഇതേ യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ 118 എപ്പിസോഡിലുള്ള വിധം
ഗോമുഖിൽ സന്യസിച്ച ശേഷം ഒന്നിരാട ഒരു നേരം വീതം അരവയറുണ്ടും തെരുവിലുറങ്ങിക്കൊണ്ടും 8 മാസ ഭാരത പര്യടനത്താലാണ് ഗുരുബാബ സന്യാസത്തിന്റെ അടിസ്ഥാന കൈയടക്കമായ ദാരിദ്ര്യം പഠിച്ചനുഭവിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെരുവ് സന്തതിയുമായത്. 1987 സന്യസിച്ച ശേഷം 1990 വീട്ടിൽ ചെന്ന ജന്മനാ കടുപ്പട്ടനായ ഗുരുബാബയെ സന്യാസ വേഷത്തിൽ കണ്ടപ്പോൾ 4ാം ക്ലാസ്സുകാരിയും ഗ്രാമീണയുമായ പെറ്റമ്മ നളിനി നെഞ്ചത്തടിച്ചു പൊട്ടിക്കരഞ്ഞത് എന്റെ പൊന്നുമോൻ ഉണ്ണിക്കുട്ടൻ സന്യാസിയായി നശിച്ചല്ലോ എന്ന് പറഞ്ഞാണ്. ജന്മനാ പരമഭക്തനായിരുന്ന അച്ഛൻ പേരാത്തു കുഞ്ചു 25 വയസ്സിൽ പരമനിരീശ്വരവാദിയായി മാറി. വീട്ടിൽ ക്ഷേത്ര ദർശനം കർശനമായി വിലക്കി ജന്മനാ നിരീശ്വരവാദിയായി വളർത്തിയ മകൻ 13 വയസ്സ് മുതൽ ദൈവമില്ലെന്ന് തെളിയിച്ചിരുന്ന യുക്തിവാദ പ്രചാരകനായതിൽ അച്ഛൻ അഭിമാനിച്ചിരുന്നു. എന്നാൽ മകൻ 25 വയസ്സിൽ ഭക്തിമാർഗിയായി മാറി പരമരഹസ്യമായി ശബരിമലയ്ക്ക് മാസം തോറും പോയിരുന്നത് 6ാം മാസം പിടികൂടിയ അച്ഛൻ കുഞ്ചു ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം പറ്റില്ലെന്ന് ശഠിച്ചു. അങ്ങനെ 25 വയസ്സിൽ വീടുപേക്ഷിച്ച ഗുരുബാബ 36 വയസ്സിൽ 1990 സന്യാസിയും മൗനിയുമായി വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ കുഞ്ചു ആ വലിയ സത്യം തുറന്നു പറഞ്ഞു. എന്റെ 8 മക്കളിൽ ജന്മന ആദർശവാനായ നീ മറ്റാർക്കും എത്താനാകാത്ത ഉയരത്തിലെത്തുമെന്ന് അച്ഛൻ സദാ അഭിമാനിച്ചിരുന്നു, അഹങ്കരിച്ചിരുന്നു. നീ മതം മാറി ഒരു ക്രിസ്ത്യൻ പാതിരിയോ ഒരു മുസ്ലിം ഫക്കീറോ ആയിരുന്നെങ്കിൽ അച്ഛൻ സന്തോഷിച്ചേനെ. ഒരു ഹിന്ദു സന്യാസിയായി അധപ്പതിച്ച നിന്നോട് അച്ഛന് വലിയ സഹതാപം തോന്നും. അച്ഛൻ കുഞ്ചു പഴയ 4ാം ക്ലാസ്സുകാരനാണെങ്കിലും സുലഭം വായിച്ചു നേടിയ അറിവുകളാലും അനുഭവങ്ങളാലും വിവേകത്താലും ദിനവും ബൈബിളും ഖുറാനും കുറച്ചു വീതം വായിച്ചിരുന്നു. മൂർച്ഛിച്ച ക്യാൻസർ മൂലം 2 മാസത്തിനകം മരിക്കുമെന്ന് 1996 ഡോക്ടർ വിധിച്ചപ്പോൾ അച്ഛൻ വായിക്കാറില്ലാത്ത രാമായണവും മഹാഭാരതവും കാവിധാരികളായ ഭിക്ഷക്കാർക്ക് നൽകി. ഇവയൊന്നും വായിക്കാറില്ലെന്ന് പറഞ്ഞ് അവരത് നിരസിച്ചു. കടലാസ് വിലയ്ക്ക് വിറ്റാൽ ചായ കുടിക്കാനുള്ള കാശ് കിട്ടുമെന്ന് അച്ഛൻ കുഞ്ചു പറഞ്ഞപ്പോൾ രാമായണവും മഹാഭാരതവും ഭിക്ഷക്കാർ സ്വീകരിച്ചു. മരിക്കും മുന്നേ അച്ഛനെ കാണാൻ ഗുരുബാബ 1996 ചെന്നപ്പോൾ ബൈബിളും ഖുറാനും ഉദ്ധരിച്ച ശേഷം അച്ഛൻ കുഞ്ചു മകൻ ഗുരുബാബ ഹിന്ദു സന്യാസി ആയതിലുള്ള പ്രതിഷേധം അന്തിമമായി അറിയിച്ചത് കേട്ടാലും. ഉണ്ണാനും ഉടുക്കാനുമില്ലാത്ത ഏത് മതക്കാരായ ദരിദ്രർ ക്രിസ്ത്യൻ പള്ളിയിലും മുസ്ലിം പള്ളിയിലും ചെന്ന് കൈനീട്ടിയാലും അരിയും തുണിയും കാശും കിട്ടും. ഉണ്ണാനും ഉടുക്കാനുമില്ലാത്ത ദരിദ്രരായ ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് കൈനീട്ടിയാൽ കിട്ടുന്നത് കളഭവും പൂജാപുഷ്പവും അല്ലേടാ. കളഭത്താൽ വിശപ്പടക്കാനും പൂജാപുഷ്പങ്ങളാൽ നാണം മറയ്ക്കാനും കഴിയുമോടാ. മനുഷ്യന് ഉപകരിക്കുന്ന ക്രിസ്തു മതത്തിന്റെ ബൈബിളും ഇസ്ലാം മതത്തിന്റെ ഖുറാനും വായിക്കുമ്പോൾ മനസ്സിന് വലിയ സുഖമാണുണ്ടാകുന്നത്. മനുഷ്യന് ഉപകരിക്കാത്ത ഹിന്ദുക്കളുടെ രാമായണവും മഹാഭാരതവും വായിച്ചാൽ വലിയ അസ്വസ്ഥതയും അതൃപ്തിയുമാണ് ഉണ്ടാകുന്നത്. കൊലയും വഞ്ചനയും ചൂഷണവും ഒക്കെ അല്ലേടാ ഹിന്ദുക്കളുടെ രാമായണത്തിലും മഹാഭാരതത്തിലും ഉള്ളത്. ഈ കാവ്യയും മൗനവും ഉപേക്ഷിച്ച് നീ വീണ്ടും കെട്ടിട ഡിസൈനും നിർമ്മാണവും നടത്തി കിട്ടുന്ന കാശെല്ലാം പഴയതുപോലെ നീ ദരിദ്രർക്ക് ചെലവാക്കി ജീവിച്ചാൽ മനുഷ്യർക്ക് ഉപകാരമായിരിക്കും. ഇതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം. അച്ഛൻ കുഞ്ചു ഇങ്ങനെ ഹിന്ദുക്കളെ അധിക്ഷേപിച്ചത് 5000 കൊല്ലം മുമ്പ് വേദകാലത്തോടെ സനാതനധർമ്മം നിലച്ചതിനാലാണെന്ന് ഗുരുബാബ വിലയിരുത്തുന്നു. ഇതിനാൽ സനാതനധർമ്മം എന്താണെന്ന് ജന്മനാ കടുപ്പുട്ടനായതിനാൽ ഗുരുബാബയ്ക്ക് ശരിയായി അറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇവിടെ ആരോപണം ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ഇതിനാൽ ഹൈന്ദവ ആത്മീയ മണ്ഡലത്തിലെ സന്യാസിനികളോടോ വേദജ്ഞരോടോ പ്രഭാഷകരോടോ തന്ത്രിയോടോ മേൽശാന്തിയോടോ എന്താണ് സനാതനധർമ്മം എന്ന് ചോദിച്ചറിഞ്ഞ് ആയത് നിങ്ങൾ ഈ യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താലും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവമായ ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. നിനക്ക് നിന്നാൽ നീയാകാൻ അനുഗ്രഹത്തിനുതകുന്ന ഈ യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനൽ നിനക്ക് നിന്നാൽ നീയായി തീരാൻ ബോധിക്കുന്നത്ര ഉറ്റവർക്ക് ഷെയർ ചെയ്താലും. ഈ 119ാം എപ്പിസോഡ് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.